ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AI ബാച്ച്. ഈ ലൈഫ് സേവർ AI ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. So fifth question, which of the following element is not used in an automatic control system? Automatic means feedback control system inde answer idana. Automatic feedback control system il varuna ennaanu endu automatic control system. So ella control system oru final control element undu which execute the control operation. Okay, then sensor undu. Sensor aanu namukku endu feedback inde oru initial idennu parayunna endana sensors aanu. Okay, feedback namukku feedback cheya means we are sensing the output and fed back that data into endana comparator. Okay, then oscillator നമ്മൾ യൂസ് ചെയ്യില്ല. why? because നമുക്ക് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അതൊക്കെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓസിലേഷൻസ് റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. ഓസിലേറ്റേഴ്സ് ഈസ് യൂസ്ഡ് ടു എന്താണ്, നമുക്ക് ഓസിലേഷൻ ഉണ്ടാക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓസിലേറ്റർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഓസിലേഷൻസ് ഉണ്ടാവാൻ പാടില്ല. സോ ഓസിലേറ്റർ ഈസ് എ റോങ് വൺ. എറർ ഡിറ്റക്ടർ നോർമലി നമുക്കുള്ളതാണ്. ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ തന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഈ 3 എണ്ണം ഉണ്ട്. ഇല്ലാത്ത എന്താണ്, ഓസിലേറ്റർ ഈസ് നോട്ട് an element of a automatic control system. Okay, then sixth one, in closed loop control system, what is the sensitivity of the gain of overall system m to the variation in g? That is, a closed loop system, what is the sensitivity of the gain of overall system m? That overall system m means m is equal to g divided by 1 plus gh. ജനറൽ ആയിട്ട് വരുന്ന നമുക്കൊരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിന്റെ ജനറൽ റിപ്രസെന്റേഷൻ m is equal to g divided by 1 plus gh. ഓക്കെ, ഇനി ഈ m വിത്ത് വേരിയേഷൻ ഇൻ ജിയിൽ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന സെൻസിറ്റിവിറ്റി ഓഫ് ദി ഗെയിൻ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അത് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ ഓക്കെ, അത് ഗെയിനാണ്. PSCക്ക് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഇത് ബേസ് ചെയ്തുള്ള സെൻസിറ്റിവിറ്റി ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് കുറവാണ് വരിക. എന്നാലും നമ്മളത് മനസ്സിലാക്കി വെച്ചാണ് സെൻസിറ്റിവിറ്റി ഓഫ് എ സിസ്റ്റം എം. ഓക്കെ, സെൻസിറ്റിവിറ്റി ഓഫ് എ സിസ്റ്റം എം വിത്ത് റെസ്പെക്ട് ടു എ പാരാമീറ്റർ ജി. ഏത് പാരാമീറ്ററിന്റെ വേരിയേഷനെ ബേസ് ചെയ്താണ് സെൻസിറ്റിവിറ്റി നോക്കേണ്ടത്, അതാണ് ദിസ്. സോ SMG. ഓക്കെ, സെൻസിറ്റിവിറ്റി ഓഫ് എ സിസ്റ്റം എം വിത്ത് റെസ്പെക്ട് ടു എ പാരാമീറ്റർ ചേഞ്ച് ഇൻ പാരാമീറ്റർ ജി ഈസ് ഈക്വൽ ടു percentage change in m, the system, divided by percentage change in g. Okay, m ൽ എന്ത് percentage change ഉണ്ടാവുന്നു with respect to g, അതാണ് ഈ പറയുന്നത് m to g, the change, the variation in m, the overall system with respect to g, percentage change in m divided by percentage change in g, which means ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എം, ഡോ എം ഡിവൈഡ് ബൈ ടോട്ടൽ സിസ്റ്റം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ജി. ജിക്ക് ഒരു ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണല്ലോ എമ്മിന് ചേഞ്ച് ഉണ്ടാവുന്നത്, അല്ലേ? ജിക്ക് ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് എമ്മിനും ചേഞ്ച് ഉണ്ടാവുന്നത്. സോ ഓക്കെ, ഇൻറ്റു 100 ഡോ എം ബൈ എം, അതായത് എമ്മിനുണ്ടാവുന്ന ആ ചേഞ്ച് ആണ് ഡോ എം. ഓക്കെ, ആ ഡിഫറൻഷ്യൽ ദെൻ ഡോ ജി ബൈ ജി, ആ ചേഞ്ച് വരുന്നത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ആയി. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഓപ്ഷനിലേക്ക് വരേണ്ടത്. സോ ഇതാണ് അതിന്റെ ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചുള്ള എക്സ്പ്രഷൻ. സോ ഇത് നമുക്ക് എങ്ങനെ ഇതിലേക്ക് വരാം? സോ SMG എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന പോലെ ഡോ എം ബൈ എം, ഈ 100 ക്യാൻസൽ ആവുന്നു, ഡോ എം ബൈ എം ഇൻറ്റു ജി ബൈ ഡോ ജി, ഇങ്ങനെ നമുക്ക് എഴുതാം. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇത് നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ ഡോ എം ബൈ ഡോ ജി ഇൻറ്റു
ജി ബൈ എം എന്ന് എഴുതാം. ഡോ എം ബൈ ഡോ ജി ഇൻറ്റു ജി ബൈ എം എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ഇവിടെ ഉണ്ട്. സോ വാട്ട് ഈസ് ഡോ എം ബൈ ഡോ ജി? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ജി? ദാറ്റ് ഈസ് നമ്മൾ എന്താണ് ഇതിലെ ഡിവിഷൻ റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഈസ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഈസ് എച്ച്. വിത്ത് റെസ്പെക്ട് ടു ജി ആണ്, വിത്ത് റെസ്പെക്ട് ടു ജി ആണ്. ഡിവൈഡഡ് ബൈ denominator square, that is 1 plus gh square. So what will be the answer? What is the answer? 1 plus gh minus gh is 1 divided by 1 plus gh the whole square ആണ്. Okay, 1 plus gh the whole square. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 divided by 1 plus gh the whole square into g is അവിടെ g തന്നെ എഴുതാം. m ന്റെ വാല്യൂ എന്താണ്? m is g divided by 1 plus gh. ഓക്കെ, ദിസ് ഈസ് m. സോ നമുക്ക് ഇതിനെങ്ങനെ റീഅറേഞ്ച് ചെയ്താൽ എസ് എം ജി എന്ന് പറയുന്നത് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. 1 by 1 plus gh the whole square into g g ക്യാൻസൽ ആവും ഇവിടെ. സോ നമുക്ക് എന്ത് കിട്ടും? 1 plus gh എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുന്നത്. സോ ഇതിൽ 1 plus gh സ്ക്വയർ ഈ ന്യൂമറേറ്ററിൽ 1 plus gh ആയിട്ട് ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ സെൻസിറ്റിവിറ്റി on m with respect to the change in parameter g is 1 by 1 plus gh. 1 by 1 plus gh. This is the answer. So this is a standard result. Okay, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സോ ഇവിടെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം, 1 by 1 plus gh എന്ന് എഴുതാം. സോ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത്രയൊന്നും നോക്കി വെച്ചേക്കണേ, ഇത്രയും കാര്യങ്ങളും നോക്കി വെച്ചേക്കുക. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എം ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ജി ആണ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദെൻ with negative feedback in a closed loop control system, the system sensitivity to parameter variation. Second. Okay. With negative feedback in a closed loop control system, the system sensitivity to parameter variation become എന്താണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? പാരാമീറ്റർ വേരിയേഷൻ നമുക്ക് എന്ത് സംഭവിക്കും? പാരാമീറ്റർ വേരിയേഷനിലെ എഫക്റ്റ് എന്ത് ചെയ്യും? പാരാമീറ്റർ വേരിയേഷനിലെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പാരാമീറ്റർ വേരിയേഷൻ ഒരുപാട് കേസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വരാം. ഒരുപാട് കേസ് കൊണ്ട് നമുക്ക് പാരാമീറ്റർ വേരിയേഷൻസ് വരാം. ഓക്കെ, അത് നമുക്ക് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ലൂപ്സ് കൺട്രോൾ സിസ്റ്റത്തിൽ സെൻസിറ്റിവിറ്റി ഓഫ് പാരാമീറ്റർ വേരിയേഷൻ ഡിക്രീസ് ചെയ്യും. അതായത് ഒരു കൺട്രോൾ സിസ്റ്റവും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റവും ഫോർ ലോങ്, ഓക്കെ, ഒരുപാട് കാലത്തേക്ക് ഒരേപോലെ എന്ത് ചെയ്യില്ല, ഇരിക്കണമെന്നില്ല. അതിന്റെ സറൗണ്ടിങ്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് അതിനെ അഫക്റ്റ് ചെയ്യും. ഫിസിക്കൽ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യും. ഫിസിക്കലായിട്ടുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യും? ഡേ ബൈ ഡേ എന്ത് ചെയ്യും? ആ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. സോ അത് അതിന്റെ പാരാമീറ്റേഴ്സിന് എന്ത് ചെയ്യും? പാരാമീറ്റേഴ്സിൽ ചേഞ്ച് ഉണ്ടാക്കും. പാരാമീറ്റേഴ്സിൽ ചേഞ്ച് ഉണ്ടാക്കും. സോ ആ പാരാമീറ്റർ ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം എന്ത് ചെയ്യാൻ പാടില്ല. ആ പാരാമീറ്റർ ചേഞ്ചിന് ഇൻസെൻസിറ്റീവ് ആയിരിക്കണം. പാരാമീറ്റർ ചേഞ്ചിനനുസരിച്ച് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് മാറാൻ പാടില്ല. ഇൻസെൻസിറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇൻസെൻസിറ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഇസ് ഐഡിയൽ കേസ്. ആ പാരാമീറ്റർ വേരിയേഷൻ കാരണം എന്ത് ചെയ്യാൻ പാടില്ല? നമുക്കൊരു ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പാരാമീറ്റർ വേരിയേഷൻ വന്നാലും ആ എഫക്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. ആ എഫക്റ്റ് ഡിക്രീസ് ആവും. പാരാമീറ്റർ വേരിയേഷൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ്ഡ് ആവും. സോ അതുകൊണ്ടാണ് ഡിക്രീസസ് എന്ന് എഴുതുന്നത്. അത് സീറോ ആവില്ല. ഓക്കെ, സീറോ ആവില്ല. ഇൻക്രീസും ആവില്ല. ഇൻക്രീസ് അല്ല, ഒരിക്കലും ഇൻക്രീസ് ആവില്ല. സീറോ ഇസ് ദ ഐഡിയൽ കേസ്. സീറോ ആവുക മീൻസ് ഐഡിയൽ കേസ് ആണ്. സോ ഐഡിയൽ കേസിൻ്റെ ഇവിടെ ഇല്ല. എന്താണ്? ഇറ്റ് decreases. Okay, it decreases. So next one, the stability of a system implies that ഒരു സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്
small change in the system input does not result in the large change in the system output. അതായത് സ്മോൾ ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഇൻപുട്ട് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദ ലാർജ് ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഔട്ട്പുട്ട്. നമുക്കിവിടെ സിസ്റ്റത്തിന്റെ ഇൻപുട്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുന്നത് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കില്ല. ചെറിയ ചേഞ്ച് ആണ് സിസ്റ്റത്തിന്റെ ഇൻപുട്ടിൽ വരുന്നതെങ്കിൽ കറസ്പോണ്ടിങ്ലി ആ ചെറിയ ചേഞ്ച് തന്നെ എന്ത് ചെയ്യും, സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിൽ വരും അല്ലെ. അതാണ് ഡസ് നോട്ട് റിസൾട്ട്. ഡസ് നോട്ട് റിസൾട്ട് ആണ്. ഇത് ശ്രദ്ധിച്ചോണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് വരും. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ സ്മോൾ ചേഞ്ചും ലാർജ് ചേഞ്ചും കാണിക്കുമ്പോൾ സ്മോൾ ചേഞ്ച് ഇൻപുട്ടിൽ വരുമ്പോൾ ലാർജ് ചേഞ്ച് ഔട്ട്പുട്ടിൽ വരും എന്നുള്ളതിലായിരിക്കും. പക്ഷേ ഡസ് നോട്ട് റിസൾട്ട് ഇൻ ലാർജ് ചേഞ്ച് എന്നാണ്. അതായത് സ്മോൾ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ സ്മോൾ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്തേ വരുള്ളൂ, സ്മോൾ ചേഞ്ച് വരുള്ളൂ. ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിന് ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിന് സ്മോൾ ചേഞ്ച് ഇൻ ദ സിസ്റ്റം പാരാമീറ്റേഴ്സ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ ലാർജ് ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഔട്ട്പുട്ട്. അതാണ് പറഞ്ഞത്. സ്റ്റേബിൾ സിസ്റ്റത്തിന് പാരാമീറ്റർ വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻസെൻസിറ്റീവ് ആയിരിക്കണം. ഇൻസെൻസിറ്റീവ് ടു ദ പാരാമീറ്റർ വേരിയേഷൻ ആയിരിക്കണം. സോ സ്മോൾ ചേഞ്ച് ഇൻ ദ സിസ്റ്റം പാരാമീറ്റർ ഡസ് നോട്ട് അഫക്ട് ദി ഔട്ട്പുട്ട്. എന്താണ്, ഒരു വലിയ രീതിക്ക് എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യൂല. ഔട്ട്പുട്ടിനെ വലിയ രീതിക്ക് അഫക്റ്റ് ചെയ്യൂല. Then small change in the initial conditions does not result in large change in the system output. Initial conditions ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചസ് എന്ത് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിനെ വലിയ രീതിയിൽ ബാധിക്കില്ല. സോ ഇതെല്ലാം സ്റ്റേബിൾ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ഇതെല്ലാം ട്രൂ ആണ്. അതായത് ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുന്നോ അതനുസരിച്ച് മാത്രമേ ഔട്ട്പുട്ടിന് ചേഞ്ച് വരാൻ പാടുള്ളൂ. ബാക്കി ഡിസ്റ്റർബൻസോ പാരാമീറ്റർ വേരിയേഷനോ ഇനിഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചസോ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ ഔട്ട്പുട്ടിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റേബിൾ സിസ്റ്റം. സോ ഓൾ ഓഫ് ദി എബോവ് മെൻഷൻഡ് ഈസ് ദ ഓപ്ഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഇഫ്. ഒരു സിസ്റ്റത്തിനെ എപ്പോഴാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്? ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഒരുപാടുണ്ട്, നമുക്ക് പഠിക്കാം. ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന സ്റ്റെബിലിറ്റി ഒക്കെയാണ്. സോ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഇഫ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എല്ലാത്തും തരണം. ഓപ്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതേണ്ടത് അല്ലേ. ഓപ്ഷൻസിൽ എന്താണ് വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. സിസ്റ്റം ഈസ് എക്സൈറ്റഡ് ബൈ ബൗണ്ടഡ് ഇൻപുട്ട്, ദ ഔട്ട്പുട്ട് ഈസ് ഓൾസോ ബൗണ്ടഡ്. ബിബോ സ്റ്റെബിലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്താൽ ബൗണ്ടഡ് ഔട്ട്പുട്ട് തന്നെ കിട്ടണം. ഹെൻസ് ദ സിസ്റ്റം ഈസ് കോൾഡ് സ്റ്റേബിൾ. സോ ദാറ്റ് ഈസ് കറക്റ്റ് വൺ. ഇത് ശരിയായിട്ടുള്ളതാണ്. In the absence of input, output tends to 0. കറക്റ്റ് ആണ്. ഇൻപുട്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടിയാൽ that output may be due to the disturbances, any other noise. ആ നോയ്സോ ഡിസ്റ്റർബൻസോ കാരണം നമുക്ക് ഔട്ട്പുട്ട് എന്ന് തോന്നിക്കുന്നൊരു ഇത് കിട്ടിയാൽ ഔട്ട്പുട്ട് കിട്ടിയാൽ നമുക്കൊരു ശരിക്കും സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് പോലെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയാൽ വിത്തൗട്ട് ദ ഇൻപുട്ട് ദ സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ സിസ്റ്റം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഔട്ട്പുട്ട് എന്താണ് അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഡീക്കേഡ് ടു 0. ഇറ്റ് ഷുഡ് ബി ഡീക്കേഡ് ടു 0. ഇഫ് ദർ ഇസ് എൻ ഔട്ട്പുട്ട്, ഇത് നമുക്കൊരു ഔട്ട്പുട്ട് അവിടെ ഉണ്ട്, അത് ഇൻപുട്ട് നമ്മൾ 0 ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇറ്റ് ഷുഡ് ഡീക്കേഡ് ടു 0 തന്നെ ആവണം. സോ അങ്ങനത്തെ സിസ്റ്റം നമ്മൾ എന്ത് പറയാ, ഇറ്റ്സ് എ സ്റ്റേബിൾ സിസ്റ്റം. സോ ഓപ്ഷൻ both A and B correct ആയിട്ടുള്ള ആൻസർ. Then system is excited by the bounded input, output is not bounded. അല്ല, നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻപുട്ടിൽ ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആയിരിക്കണം. സോ ഡി ഈസ് റോങ് വൺ. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 10th question, bounded input and bounded output stability notion concerned with. Bounded input, bounded output stability notion concerned with a system under influence of input, a system under influence of input. Option B, a system not under influence of input. C, a system under influence of output, a system not under influence of output. Bounded input, bounded output stability, BIBO stability notion concerned with. BIBO stability എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആയിരിക്കണം എന്നുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഇൻപുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആയിരിക്കണം എന്ന് പറയുന്നതാണ്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഇൻപുട്ട്
ദ സിസ്റ്റം അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻപുട്ട് ആണ്. സോ ദ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ദ നെക്സ്റ്റ് വൺ, റൂട്ട്സ് ഓൺ ദി ഇമാജിനറി ആക്സിസ് മേക്സ് ദ സിസ്റ്റം. ഓക്കെ, അതായത് ഇതിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ കേസിലേക്ക് പോകുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ കുറിച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അതായത് ഒരു സിസ്റ്റം നമുക്കറിയാം, നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജനറൽ ആയിട്ട് g ഡിവൈഡ് ബൈ 1 പ്ലസ് gh. ഓക്കെ, അതായത് g of s ഡിവൈഡ് ബൈ 1 പ്ലസ് g of s into h of s. ഓക്കെ, ഇൻ എസ് ഡൊമൈനിൽ നമ്മൾ എടുക്കുമ്പോൾ, അപ്പോൾ ഈ ഡിനോമിനേറ്റർ വരുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1 പ്ലസ് g of s into h of s. Characteristic equation is equal to 1 plus g of s into h of s. അതായത് ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റൂട്ട്സ് കിട്ടുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1 plus g of s into h of s ആണ്. ഈ 1 plus g of s into h of s ന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് എസിന്റെ വാല്യൂസ് ഫോർ എസ്, that is called പോൾസ്. നമ്മൾ നോക്കിയാൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. ന്യൂമറേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സിനെ നമ്മൾ സീറോസ് എന്ന് പറയും. ഓക്കെ, സീറോസ്. ഡിനോമിനേറ്റർ പോളിനോമിയലിന്റെ ആണ് നമ്മൾ എന്താ പറയുക, പോൾസ്. അപ്പോൾ സീറോസ് ബൈ പോൾസ്. ഞാനിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണിത്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ന്യൂമറേറ്റർ പോളിനോമിയൽ നമുക്ക് കിട്ടുന്നത്, അവിടെ ന്യൂമറേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് സീറോസും. ഡിനോമിനേറ്റർ പോളിനോമിയലിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പോൾസും ആയിരിക്കും. അപ്പോൾ റൂട്ട്സ് ഓൺ ദി ഇമാജിനറി ആക്സിസ്, അതായത് പോൾസ്, ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സീറോസിനല്ല, റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് പോളിന് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ആ പോൾസിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ജനറലി ഒരു എസ് പ്ലെയിനില് this is j, sigma, this is j omega axis. Okay, j omega, അതായത് s is equal to sigma plus j omega. this is sigma real axis, this is imaginary axis, real axis, imaginary axis. So ഈ ആക്സിസിന്റെ, ഓക്കെ, ഈ ഇമാജിനറി ആക്സിസിന്റെ ലെഫ്റ്റ് ഹാൻഡ് പ്ലെയിനിൽ LHS-ലാണ് പോൾസ് വരുന്നതെങ്കിൽ, ഈ ഏരിയയിലാണ് പോൾസ് വരുന്നതെങ്കിൽ, that is stable. Okay, the system is stable if the poles falls on the LHS, left hand side of the S plane ആണെങ്കിൽ, this is the left hand side of the S plane, so it is stable, it will be stable. If any of the poles lies on the right hand side of the S plane, then it is unstable. Okay, if any of the poles lies on the right hand side of the S plane, then the system is unstable. Okay. Imaginary axis, if any poles on the imaginary axis, okay, imaginary axis le poles undu, a distinct ആയിട്ടുള്ള പോൾ ആണെങ്കിൽ, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള പോൾസ് ആണെങ്കിൽ, that is marginally stable. Okay, marginally stable അല്ലെങ്കിൽ ക്രിട്ടിക്കലി സ്റ്റേബിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, മാർജിനലി സ്റ്റേബിൾ ഓർ ക്രിട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയാം. ഇനി ഇതേ പോൾസ് സിമിലർ ആയിട്ട് റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ. റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ്, റിപ്പീറ്റഡ് പോൾസ് ഓൺ ഇമാജിനറി ആക്സിസ് എന്താണ്, അൺസ്റ്റേബിൾ ആണ്, സിസ്റ്റത്തിനെ അൺസ്റ്റേബിൾ ആക്കും. സോ ഇവിടെ റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കേസ് ആണ്. റൂട്ട്സ് ഇമാജിനറി ആക്സിസ് സിമ്പിൾ കേസ് ആണ്, ദാറ്റ് ഈസ് മാർജിനലി സ്റ്റേബിൾ ആണ്. റിപ്പീറ്റഡ് റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ് വന്നു കഴിഞ്ഞാൽ എന്താവും, സിസ്റ്റം ബിക്കം അൺസ്റ്റേബിൾ. അതായത് മാർജിനൽ സ്റ്റേബിൾ എപ്പോൾ വേണം എന്താവാം, അൺസ്റ്റേബിൾ ആകാം എന്നുള്ള കണ്ടീഷനാണ് മാർജിനലി സ്റ്റേബിൾ വരുന്നത്. ഓക്കെ, റിപ്പീറ്റഡ് റൂട്ട്സ് ആണ് ഇമാജിനറി ആക്സിസ് വരുന്നെങ്കിൽ അത് മസ്റ്റായിട്ട് എന്താണ്, അൺസ്റ്റേബിൾ ആണ് കേട്ടോ. Then
if the roots of the if the roots have, okay, the roots have negative real parts, then the response is, റൂട്ട്സിന് നെഗറ്റീവ് റിയൽ പാർട്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ റെസ്പോൺസ് എന്ത് ചെയ്യും, ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഓക്കെ ഔട്ട്പുട്ട് റൂട്ട്സിന് നെഗറ്റീവ് റിയൽ പാർട്സ് ഉണ്ടെങ്കിൽ റെസ്പോൺസ് വിൽ ബി ബൗണ്ടഡ്. അത് പോൾസ് എവിടെ വന്നാലും റൂട്ട്സിന് നെഗറ്റീവ് റിയൽ പാർട്ട് ഉണ്ടെങ്കിൽ എന്താണ്, റെസ്പോൺസ് ബൗണ്ടഡ് ആയിരിക്കും. പോൾസ് എവിടെ വന്നാൽ മീൻസ് നെഗറ്റീവ് റിയൽ പാർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും, LHSലാണ് വരിക. നെഗറ്റീവ് റിയൽ പാർട്ട് ഉണ്ടെങ്കിൽ LHSലേ വരുള്ളൂ. ഓക്കെ, അതിൽ ബൗണ്ടഡ് ആയിരിക്കുമോ അൺബൗണ്ടഡ് ആയിരിക്കുമോ? ഇറ്റ് വിൽ ബി ബൗണ്ടഡ്. നെഗറ്റീവ് റിയൽ പാർട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, സിസ്റ്റം എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും കേട്ടോ, ബൗണ്ടഡ് ആയിരിക്കും. സോ നെക്സ്റ്റ്, the characteristic equation of a system is given by 3s raised to 4 plus 10s cube plus 5s square plus 2 equal to 0. That is നമ്മൾ നേരത്തെ പറഞ്ഞ 1 plus g of s into h of s എന്ന് പറയുന്ന കാര്യം, characteristic equation. The system is, അപ്പോൾ characteristic equation തന്നിട്ട് സിസ്റ്റം എന്താണ്, സിസ്റ്റം ഏത് ടൈപ്പ് ആണ്, അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ മാർജിനലി സ്റ്റേബിൾ ആണോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കുന്നത് RH ക്രൈറ്റീരിയയിൽ കൂടെയാണ്. ഓക്കെ, ക്രൈറ്റീരിയ, റോത്ത് ഹർവിറ്റ്സ് മെത്തേഡ്. റോത്ത് ഹർവിറ്റ്സ് മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വഴി സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയനിൽ എന്താ പറയുന്നത്. നമുക്ക് റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടാവും, ഈ പോളിനോമിയൽ ഉണ്ടാവില്ലേ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പോളിനോമിയലിൽ 1 plus g of s into h of s നമ്മൾ എഴുതുമ്പോൾ അതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു പോളിനോമിയൽ ആയിരിക്കും, പ്രോപ്പർ പോളിനോമിയൽ ആയിരിക്കും. നോ മിസ്സിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ, മിസ്സിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് ഇതാണ് എന്ത്, നോ മിസ്സിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ, മിസ്സിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്തായി, അൺസ്റ്റേബിൾ ആയി. ഓക്കെ, മിസ്സിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് അൺസ്റ്റേബിൾ ആവും. സോ നോ മിസ്സിംഗ് കോഎഫിഷ്യന്റ്, മിസ്സിംഗ് കോഎഫിഷ്യൻസ് ഉണ്ടാവാൻ പാടില്ല. സെക്കൻഡ് വൺ, all the signs will be same. Okay, signs of the coefficients should be same. Okay, sign of all coefficient, അതായത് ടേംസ്, അതായത് പവർ എന്താവാം, ക്വാഡ്രാറ്റിക് ആവാം, നമുക്ക് പവർ s⁻³ വരാം, s⁻⁴ വരാം, അങ്ങനെ പവർ കൂടാം. ഓർഡർ, സിസ്റ്റത്തിന്റെ ഓർഡർ എന്ത് ചെയ്യും, കൂടും. ഓർഡർ ഓഫ് സിസ്റ്റം ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുന്ന എത്ര ഓർഡർ ഉണ്ടെങ്കിലും ആ എല്ലാ ഇതിന്റെയും എന്താണ്, എസിന്റെയും കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഒരേ സൈൻ ആയിരിക്കണം. ഒരേ സൈൻ മീൻസ് ജനറലി നമ്മൾ പോസിറ്റീവ് എന്നുള്ള കേസാണ് പറയുക. സൈൻ ഓഫ് ഓൾ കോഎഫിഷ്യൻ ഷുഡ് ബി സെയിം. ഓക്കെ, എല്ലാ കോഎഫിഷ്യന്റെയും സൈൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദെൻ ഇനി അനലൈസ് ചെയ്യുമ്പോൾ നോ സൈൻ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ റോത്ത് ഹർവിറ്റ്സ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും നമുക്ക് ഇനിഷ്യലി നമുക്ക് അറിയാൻ പറ്റുന്ന കേസാണ്. ഇനിഷ്യലി നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടും നോ മിസ്സിംഗ് കോഎഫിഷ്യന്റ് ആണോ, സൈൻ ഓഫ് ഓൾ കോഎഫിഷ്യന്റ് സെയിം ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ആ എക്സ്പ്രഷൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇനി നോ സൈൻ ചേഞ്ച് ഇൻ ദി ഫസ്റ്റ് കോളം ഓഫ് RH ടേബിൾ. ഓക്കെ, റോത്ത് ഹർവിറ്റ്സ് സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യുമ്പോൾ ഉള്ള RH ടേബിളിന്റെ ഫസ്റ്റ് കോളത്തിൽ സൈൻ ചേഞ്ചസ് വരാൻ പാടില്ല. ഓക്കെ, സൈൻ ചേഞ്ചസ് വരാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കാം. നിങ്ങൾ ഓൾറെഡി തിയറി പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഒരുപാട് ആ ഒരു മോഡൽ എഴുതി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലംസിലൂടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മയുണ്ടാവും. ഇനി മറന്നുപോയവർക്ക് ഇത് എഴുതുമ്പോൾ എന്തായാലും ഓർമ്മ വരും. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിൽ കുറെ ഇച്ചിരി എളുപ്പമുള്ളൊരു എന്താണ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് RH ക്രൈറ്റീരിയ. ആൻഡ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് എളുപ്പമെന്ന് മാത്രമല്ല, ഗേറ്റിനും PSC എക്സാംസിനും SSCക്കും ആയിരുന്നാലും
റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ് RH മെത്തേഡ്. ഓക്കെ, എന്താണ് സ്റ്റെബിലിറ്റി അനാലിസിസ് യൂസിങ് RH ക്രൈറ്റീരിയ. നോക്കാം. അപ്പോൾ എഴുതുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ S⁴. ഓക്കെ, ഇനി അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കൂ. ആദ്യം നോ മിസ്സിംഗ് കോഎഫിഷ്യന്റ്. നോക്കൂ ഇവിടെ, അതായത് മിസ്സിംഗ് കോഎഫിഷ്യന്റ് കേസ് S⁴ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. S⁴ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ there should be S⁵, S⁵2, S⁴1 and S⁵0 terms. ഈ ടേംസ് എല്ലാം ഉണ്ടാവണം. നോക്കൂ, ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താ S⁴, 3, 2, 1, 0 ഇത്ര ഇവിടെ ഉണ്ടാവണം. പക്ഷേ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിയാൽ എന്താ S⁴ ഉണ്ട്, S⁵3 ഉണ്ട്, S⁵2 ഉണ്ട്, ബട്ട് S⁵1 ഇല്ല. അതായത് S ഇല്ല. S ഈസ് മിസ്സിംഗ്. S മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഈ സിസ്റ്റം ഇവിടുന്ന് കാണുമ്പോൾ ദിസ് ഈസ് അൺസ്റ്റേബിൾ. സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ ആണ് കേട്ടോ. സിസ്റ്റം അൺസ്റ്റേബിൾ ആണ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോഴേ പറയാം. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന കാര്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. S⁴, S⁵3, S⁵2, S⁵1, S⁵0 ഇതൊക്കെ എടുത്തെഴുതാം. 3 ഉണ്ട്, 5, 2, 3, 5, 2 ഫസ്റ്റ് റോ അല്ലേ. 3, 5, 3, 5, 2. ദെൻ സെക്കൻഡ് റോയിൽ എന്ത് വരും? 10ഉം. ദെൻ ഇത് നമുക്ക് എല്ലാ ടേമും എടുത്ത് എഴുതിയാൽ 3S⁴ പ്ലസ് 10S³ പ്ലസ് 5S² പ്ലസ് 0S പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ 0S ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താ? 3 കഴിഞ്ഞാൽ S⁴1ന്റെ പ്ലേസിൽ 0 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 5 50 മൈനസ് 3 × 0 എന്താണ്? 0 ഡിവൈഡഡ് ബൈ 10. ദിസ് 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50/10 5 കിട്ടും. 50/10 5 നമുക്ക് കിട്ടും. ദെൻ അടുത്ത് ഇവിടുത്തെ എലമെന്റ്. സോ നമ്മളിവിടെ 5 ഇത് ഇവിടെ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് അത് ഇത്ര എഴുതിയത്. സോ 5 ഇവിടെ എഴുതുന്നു. അടുത്തെന്താണ്? 10 × 2 20 മൈനസ് ഇവിടെ എലമെന്റ് ഉണ്ടോ? ഇവിടെ എലമെന്റ് ഇല്ല. ഡിവൈഡഡ് ബൈ 10 തന്നെ വരും. അപ്പോൾ 20/10 എന്താണ്? 2 വരും. 2. സോ ഇവിടെ 2 വരും. ഇനി നെക്സ്റ്റ് 5 × 0 0 മൈനസ് 10 × 2 എന്ത് വരും? 5 × 0 മൈനസ് 10 × 2. 0 മൈനസ് 20 ഈസ് മൈനസ് 20 ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ബൈ 5 മൈനസ് 20 ഡിവൈഡ് ബൈ 5 എന്താണ്? -4 ആണ്. ഇനി ഇവിടെ അനലൈസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത് എന്താ നോക്കേണ്ടത്? -4 × 2 -8 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് വേറെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് അവിടെ ഇങ്ങോട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാവില്ല. -4 × 2 -8 ഡിവൈഡ് ബൈ -4 ദാറ്റ് ഈസ് 2. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഫസ്റ്റ് റോ ആണ്. ഈ ഫസ്റ്റ് കോളം നോക്കിയാൽ നോക്കൂ, ഇവിടെ സൈൻ ചേഞ്ച് ഉണ്ടോ? ഉണ്ട്. ഈ ഫസ്റ്റ് കോളം ഇവിടെ എടുത്തെഴുതിയാൽ ഇറ്റ് ഈസ് 3 10 5 -4 2. ഇങ്ങനെയാണ് ഫസ്റ്റ് കോളത്തിൽ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഒരു സൈൻ ചേഞ്ച് ആയേ, പോസിറ്റീവ് ടു നെഗറ്റീവ്. സൈൻ ചേഞ്ചിന്റെ എണ്ണം എത്രയായി? 1. സൈൻ ചേഞ്ച് ആണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലാവുന്നു, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലാവുന്നു, പോസിറ്റീവ് നെഗറ്റീവിലാവുന്നു. അങ്ങനെ സൈൻ ചേഞ്ചസിന്റെ എണ്ണമാണ് നോക്കേണ്ടത്, സൈനിന്റെ എണ്ണം അല്ല. നെഗറ്റീവ് സൈൻ എത്ര വന്നു എന്നല്ല നോക്കേണ്ടത്, എത്ര സൈൻ ചേഞ്ച് ഉണ്ടായി എന്നാണ് നോക്കേണ്ടത്. സോ സൈൻ ചേഞ്ച് ഇവിടെ ഒരു സൈൻ ചേഞ്ച് പോസിറ്റീവ് നെഗറ്റീവ് ആയി, ഇവിടെ നെഗറ്റീവ് എന്തായി? പോസിറ്റീവ് ആയി. അനദർ സൈൻ ചേഞ്ച്. അപ്പൊ മൊത്തം എത്ര സൈൻ ചേഞ്ച് വന്നു? 1 + 1 2 sign changes are there. So there will be 2 poles on the RHS. 2 സൈൻ ചേഞ്ച് ഉണ്ട് ഫസ്റ്റ് കോളത്തിൽ. RH ടേബിളിന്റെ ഫസ്റ്റ് കോളത്തിൽ 2 സൈൻ ചേഞ്ച് ഉണ്ട്. സോ there will be 2 poles on the RH. So right hand plane. Okay, right hand plane 2 poles ഉണ്ട്. So the system is 2 poles on the right hand plane ആയതുകൊണ്ട് ഒരെണ്ണം ആയാൽ തന്നെ എന്തായി? That will become unstable. So എന്താണ്? Unstable system ആയിട്ട് മാറി. Okay, so അപ്പോൾ നമുക്ക് തൽക്കാലം ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ച് തന്നെ. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്.
ഈ ലൈഫ് സേവർ എ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ഈസിയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പാടില്ല.